നമസ്കാരം, ഞാൻ വി ബി ഉണ്ണിത്താൻ. പുതിയ ഒരു വാസ്തു വിചിന്തനത്തിൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വാസ്തു വീഡിയോ. ഞാൻ ചില വീഡിയോകളിലൊക്കെ ഒരു സൂചന അത് സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അത് തുടരെ ആളുകൾ ചോദ്യങ്ങളായി ഉന്നയിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആരാധനാലയങ്ങൾക്കടുത്ത് വീടുകൾ വയ്ക്കാമോ, അഥവാ ആരാധനാലയങ്ങൾക്ക് എത്ര ദൂരം പാടുള്ളൂ വീട് വെക്കുവാൻ? ഇനി അഥവാ ഈ ആരാധനാലയങ്ങളുടെ ചേർന്നൊക്കെ ഉള്ള വീടുണ്ടെങ്കിൽ ദോഷമാണോ? അങ്ങനെ ദോഷമാണെങ്കിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ്? വെച്ചുപോയ വീടുകൾ മാറി താമസിക്കേണ്ടതുണ്ടോ? തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് ചോദ്യങ്ങളാണ്. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, ബേസിക്കലി എനർജി രണ്ട് തരമാണുള്ളത്. കേന്ദ്രീകൃത എനർജിയും വികേന്ദ്രീകൃത എനർജിയും. സെൻട്രി പെറ്റൽ ആൻഡ് സെൻട്രി ഫ്യൂഗൽ എന്ന് ഇംഗ്ലീഷ് പറയും. എല്ലാ ആരാധനാലയങ്ങളിലും നമ്മളെല്ലാം പല പല വിശ്വാസങ്ങൾ പിന്തുടരുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്കൊക്കെ നമ്മുടേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ടാകും. ആ വിശ്വാസ പ്രമാണങ്ങളിൽ ആരും മാറേണ്ടതൊന്നുമില്ല. നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആരാധനാലയങ്ങളുള്ളത്. അപ്പോൾ ഊർജം രണ്ട് തരമെന്ന് പറഞ്ഞത് കേന്ദ്രീകൃതവും വികേന്ദ്രീകൃതവുമാണ്. ഈ കേന്ദ്രീകൃത ഊർജങ്ങളുടെ സ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങളും പള്ളികളും ചർച്ചുകളുമൊക്കെ. അതായത് ക്ഷേത്രങ്ങളുടെ മുകളിലെ താഴികക്കുടം നിങ്ങൾക്ക് കാണാം. മുസ്ലിം പള്ളികളുടെ മുകളിൽ നിങ്ങൾക്ക് വലിയ താഴികക്കുടം കാണാം. ക്രിസ്ത്യൻ ചർച്ചുകളുടെ മുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ വളരെ വളരെ ആ പള്ളിയുടെ മുകളിലേക്ക് മിനാരങ്ങളും അതുപോലെ കുരിശും കൊണ്ടുള്ള നിർമ്മാണങ്ങൾ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്നറിയാമോ? അവിടെ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഊർജങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അതൊരു പ്രത്യേക സോണിലേക്ക്, ഒരു പ്രത്യേക ഊർജ മേഖലയിലേക്ക് അവ മാറുകയാണ്. അവിടെ ഊർജം കേന്ദ്രീകരിക്കുമ്പോഴാണ് അവിടെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ ചൈതന്യം, ആ ഈശ്വരൻ്റെ ചൈതന്യം, ആ ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതിനൊപ്പം നമ്മൾ അവിടെ നടത്തുന്ന പ്രാർത്ഥനകൾ, പൂജകൾ, അതുപോലെ നമ്മുടെ ഓരോരോ ദൈവീയമായ ആക്ടിവിറ്റികളൊക്കെ ഈ ഊർജത്തെ വളരെ വലുതായി കൂട്ടും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ക്ഷേത്രത്തിൽ ക്ഷേത്രവിശ്വാസികളായ നിങ്ങൾക്കറിയാം, ക്ഷേത്രത്തിൽ മണിയടിക്കുന്നത്, ക്ഷേത്രത്തിലെ പൂജാ മണി അടിക്കുന്നത്, അല്ലെങ്കിൽ മണി അടിക്കുമ്പോൾ അവിടെ പ്രത്യേക ഊർജമാണ് ഉണ്ടാകുക, അവിടെ ക്രിയേറ്റായി വരിക. അത് വളരെയേറെ പിന്നെ ഊർജങ്ങളെ സമ്പാദിക്കുമെന്നുള്ള ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. പള്ളികളിലെ ബാങ്ക് വിളി, ആ ബാങ്ക് വിളിക്ക് ഊർജങ്ങളെ ഭയങ്കരമായിട്ട് കേന്ദ്രീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചർച്ചുകളിലെ പ്രാർത്ഥനയും കുർബാനയും ഒക്കെ ഉള്ള സമയങ്ങളിലൊക്കെ അവിടെ ഒരു പ്രത്യേക പ്രത്യേക തലമുണ്ടാകാറുണ്ട്. അതൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ നിറയുന്ന ആ ഒരു ഊർജം തന്നെയാണ് ശക്തി. അതൊക്കെ നമ്മൾ ഓരോരോ ഭാഷയിൽ ഓരോ രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്ന, സംശുദ്ധീകരിക്കപ്പെടുന്ന ഊർജങ്ങൾ ഓരോ ആരാധനാലയങ്ങളിലും ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ആരാധനാലയത്തിൽ പോകുന്നതിന് വേണ്ടിയാ? നമുക്ക് മനസ്സമാധാനം കിട്ടുന്നതിന് വേണ്ടിയാണ്, നമുക്ക് സമാധാനം കിട്ടുന്നതിന് വേണ്ടിയാണ്. എനിവേ, നമ്മൾ എവിടെ പോകുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നു, അതുകൊണ്ട് നമ്മൾ അവിടെ പോകുന്നു.
അപ്പോൾ അവിടെയുള്ള ആ ആരാധനാലയമാകെ അതിൻ്റെ കുറേ ഏരിയ ആകെ ഒരു പ്രത്യേക ഊർജ കോണിലേക്ക് ഡൈവേർട്ടായിരിക്കും എപ്പോഴും. ആ ഡൈവേർഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നടക്കുന്ന ആക്ടിവിറ്റികളിലും ഈ പറയുന്ന മീനാരങ്ങൾ മൂലം ഉണ്ടാകുന്ന ആ ഊർജ കേന്ദ്രീകരണം കൂടി സംഭവിക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകാറുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ വരുമ്പോൾ ആ ആരാധനാലയങ്ങളുടെ നിശ്ചിത ദൂരം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നിശ്ചിത ദൂരം സൂക്ഷിച്ച് തന്നെ വേണം നമ്മൾ വീടുകൾ വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനോ ഒക്കെ തുടങ്ങാൻ നമ്മൾ അങ്ങനെ പാടുള്ളൂ. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉള്ള കൊടിമരമുണ്ട്, അത് വലിയ ഊർജ കേന്ദ്രീകൃത മേഖലയാണ്. അങ്ങനെ കൊടിമരങ്ങളുള്ള ആരാധനാലയങ്ങളിൽ അങ്ങനെയും ഊർജ്ജം അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. മീനാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ വലിയ പ്രത്യേക നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലാകുമ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവന്റെ വാഹനത്തെ ആ കൊടിമരത്തിൽ വെക്കാറുണ്ട്. അത് ഏറ്റവും മുകളിലറ്റമാണ്. അപ്പോൾ അവിടുന്ന് ആ ഊർജ്ജം അവിടെ ആകെ പ്രസരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കൊടിമരം കൂടി പരിഗണിച്ചിട്ട് നമ്മൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പരമാവധി ആരാധനാലയങ്ങളുടെ അടുത്തു നിന്ന് ഒരു നിശ്ചിത അകലം, ഏറ്റവും മിനിമം ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു വ്യക്തമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡെസിബലിൻ്റെയൊക്കെ പഠനം വന്നതിന് ശേഷം, അപ്പോൾ ഈ ഏറ്റവും ആധുനികമായ സ്റ്റഡികൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഏറ്റവും മിനിമം നമ്മൾ ഒരു ഊർജം കേന്ദ്രീകരിക്കുന്ന ആ മേഖലയിൽ നിന്ന് ഏറ്റവും മിനിമം ഒരു കിലോമീറ്ററെങ്കിലും മാറി വേണം നമ്മൾ താമസിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ ഈ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്ഥലങ്ങളൊക്കെ പരിമിതിയുള്ള, അപ്പോൾ കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് പക്ഷേ പലപ്പോഴും പറ്റുന്നു വരില്ല. അങ്ങനെ വന്നാൽ പോലും നമ്മൾ മിനിമം ഒരു ഏറ്റവും കുറഞ്ഞ് ഒരു 500 മീറ്ററിൻ്റെ അകലമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു വീടിനുണ്ടായിരിക്കണം. 500 മീറ്ററിൻ്റെ അകലമെങ്കിലും ഒരു ആരാധനാലയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിന്ന്, ഒരു ചർച്ചിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉത്തമമായ ജീവിതം കിട്ടുന്നതിന് കാരണമാകുന്നത്. അത് അങ്ങനെ തന്നെ വേണം. അതുപോലെ തന്നെ പണ്ടേയുള്ള ഈ ഹിന്ദു സമൂഹത്തിൽ വിശ്വാസമുണ്ട്, ക്ഷേത്രത്തിനോട് അടുത്ത് ആണെങ്കിൽ അവിടെ ഇരുനില വീട് നിർമ്മിക്കാതിരിക്കുക. ആക്ച്വലി ആ ഒരു വിശ്വാസം പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ കഴിയില്ല. ആ നട മാറിയാൽ ഇരുനില വീട് നിർമ്മിക്കാവുന്നുള്ളൂ. 4 നടകളായുള്ളത് ക്ഷേത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഊർജ പ്രസരണ കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുള്ളത്. 4 നട, നമ്മൾ 4 നട എന്നൊക്കെ പറയാറില്ലേ? 4 നട നമ്മൾ ഗുരുവായൂർ എടുക്കുമെന്ന് പറയുന്നത് തെക്കേ നട, പടിഞ്ഞാറേ നട, കിഴക്കേ നട, വടക്കേ നട. അപ്പോൾ അതുപോലെ ഓരോ നടകൾ അത് മിക്ക ക്ഷേത്രങ്ങൾക്കും അതിലുണ്ടാകും. 4 അമ്പലം, 4 ആ ക്ഷേത്രത്തെ ഒരു പ്രത്യേക എനർജി സോണിലേക്ക് തിരിക്കുന്ന ഒരു നിർമ്മാണ വാസ്തു സെറ്റപ്പാണ് 4 അമ്പലം. 4 അമ്പലത്തിനുള്ളിൽ വെച്ച് എന്നൊക്കെ പറയില്ലേ നമ്മളതുപോലെ. അപ്പോൾ 4 അമ്പലത്തിന് പുറത്ത്, 4 അമ്പലത്തിനകത്ത് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അപ്പോൾ ഈ 4 അമ്പലത്തിനകത്തുള്ള ഊർജ്ജ സോണും അതിന് പുറത്തുള്ള ഊർജ്ജ സോണും വ്യത്യാസമാണ്. ഈ 4 അമ്പലം യഥാർത്ഥത്തിൽ കെട്ടുക എന്ന് പറയുന്നത് പോലും തന്നെ അത് തൊട്ടടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വാസസ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് മറ്റ് മോശമായ എനർജികൾ കടന്നു വരാതിരിക്കാനും ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടാകുന്ന എനർജി അത് അമിതമായി പുറത്തേക്ക് ഒഴുകി പോകാതിരിക്കാനും കൂടി ലക്ഷ്യമിട്ടാണ് ആ 4 അമ്പല സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് അപ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഈ അതിശക്തമായ ഊർജ മേഖലയുണ്ട്. ഓരോരുത്തരും പറഞ്ഞു വിളിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഓരോരോ ആളുകൾ ഇന്ന രീതിയിലാണ് വീട് പോകുന്നത്, ഇന്ന രീതിയാണ്, ഇന്ന സെറ്റപ്പ്, ഇന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ ആപേക്ഷികമാണ്. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ പ്രകാരമാണ് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. മറിച്ച് ഈ ക്ഷേത്രങ്ങളുടെയോ പള്ളികളിൽ നിന്ന് ഒരു 500 മീറ്റർ അകലെയെങ്കിലും മാറിയേ വീട് വയ്ക്കാവൂ.
ക്ഷേത്രങ്ങളാണെങ്കിൽ യാതൊരു കാരണവശാലും അതിൻ്റെ ആ പ്രധാന നടകൾക്ക് ചേർന്ന് കിഴക്കോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ ചേർന്ന് നിങ്ങൾ വീട് വെക്കാതിരിക്കുന്നതിന് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ പേരിലൊക്കെ വസ്തുവകകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിട്ടുന്നതിന് കുഴപ്പമില്ല. മറിച്ച് നിർമ്മാണങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ കുറച്ച് അകലം പാലിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അത് ഇപ്പോൾ വലിയ ആരാധനാലയത്തിന് അടുത്തൊക്കെ ഉള്ള ചില വലിയ കെട്ടിടങ്ങളൊക്കെ വലിയ പരാജയമായി പോകുന്നുണ്ട്, അമ്പയെ പരാജയമായി പോകുന്നിട്ടുണ്ട്. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് നമുക്ക് വാസസ്ഥലം കുറഞ്ഞു വരുമല്ലോ. അപ്പോൾ അതിന് പ്രകാരം ഉണ്ടായ ചില മാറ്റങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. പ്രത്യേക സ്ഥലമൊന്നും പറയാൻ കഴിയുന്നില്ല, പറയാത്തതാണത് ബഹൂറും. അപ്പോൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ ഒരുപാട് അടുത്ത് ആരാധനകളോട് അടുത്തു ചേർന്ന് താമസിക്കുന്ന ആളുകളിലൊക്കെ ചില പ്രത്യേക ജീവിത നിലവാരങ്ങളിലേക്ക് മാറുന്നത് കാണാം. അതായത് അത്ര മെച്ചപ്പെട്ട ഗുണകരമായ അവസ്ഥയിലായിരിക്കില്ല അവർ താമസിക്കുന്നത്. എക്സ് ഓർ വൈ ഏത് ആരാധനാലയം എന്നൊന്നുമില്ല, വിവിധ ആരാധനാലയങ്ങളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അവിടെ അതിശക്തമായ ഊർജ കേന്ദ്രമാണുള്ളത്. നമ്മൾ ദൈവ ചൈതന്യം എന്ന് പറയുന്ന ആ അവസ്ഥയാണ് അവിടെ ഓരോ ആരാധനാലയത്തിലും ഉള്ളത്. അതിനോട് ചേർന്ന് നമ്മൾ ചേരാതെ അല്പം മാറി താമസിക്കുന്നത് അതിനെ നമ്മൾ വിശുദ്ധിയോടെ കാണുന്നതിന് തുല്യമാണ്. ഒന്ന്, ആ ക്ഷേത്രത്തിൻ്റെയോ ആരാധനാലയത്തിൻ്റെയോ വിശുദ്ധിയെ കെടാതിരിക്കുന്നതിന് നല്ലതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ആരാധനാലയത്തിൻ്റെ അടുത്ത് നമ്മൾ താമസിക്കുകയാണെന്നിരിക്കട്ടെ, നമുക്കവിടെ എന്തൊക്കെ വേണം? നമുക്കൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് സെപ്റ്റിക് ടാങ്ക് വേണം, മലിനജലക്കുഴി വേണം, നമുക്ക് അങ്ങനെ എന്തെന്ത് കാര്യങ്ങളാണ് വേണ്ടത്. അവയൊക്കെ വരുമ്പോൾ മനുഷ്യവാസ സ്ഥലങ്ങളിലാണ് വരുന്നത്. അവയൊക്കെ പലപ്പോഴും നമ്മുടെ നമ്മുടെ ആത്മീയതയ്ക്ക് കൂടുതൽ ഗുണകരമാകുന്ന സ്ഥലങ്ങളല്ല. അപ്പം ഈ ആത്മീയ കേന്ദ്രങ്ങൾക്കടുത്തു നിന്ന് ഇവയൊക്കെ മാറി പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഏറെ ബഹുമാനിക്കുന്ന തുല്യമാകുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഗുണം നിങ്ങൾക്കാണ് കിട്ടുന്നത്. ഇനി സത്യത്തിൽ വളരെയേറെ തെളിയിക്കപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ പറയുകയാണ്. ഇങ്ങനെ ചേർന്ന് ഒരുപാട് ആരാധനാലയങ്ങളുള്ള ചേർന്ന് താമസിക്കുന്ന ആളുകളിലൊക്കെ പലതരം രോഗങ്ങൾ വന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ചില മാറാരോഗങ്ങളൊക്കെ ചില ആളുകൾ വന്ന് കണ്ടിട്ടുണ്ട്. വലിയ മാനസിക പ്രശ്നങ്ങളിൽ പെട്ടുപോയ ആളുകളുണ്ട്. ഒന്നും ചെയ്യാനാകാതെ അവിടെ മൊത്തത്തിൽ തകർന്നു പോയ കുടുംബങ്ങളുണ്ട്. അവിടെ നിന്ന് ഒരു ഗതിയും പിടിക്കാതെ മാറിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിലൊക്കെ പറയാൻ കുറേ പരിമിതിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അത് ഇന്നത് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഇതിനകം വീട് വെച്ച് താമസിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് തന്നെ നോക്കുക, നിങ്ങൾ അത് ഏതെങ്കിലും നടയിടുന്നവർക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധന തൊട്ടടുത്താണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, അങ്ങനെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ആരാധനാലയത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയാണ്. രണ്ട്, നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെ യാതൊരു തരത്തിലും അത് ബാധിക്കാതിരിക്കാനാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ആരാധനാലയങ്ങളുടെ ഊർജം താങ്ങാനുള്ള ശേഷി മനുഷ്യനിർമ്മിതമായ ശരീരത്തിൽ പലപ്പോഴും കാണാറില്ല. ആരാധനാലയങ്ങളിൽ പകർക്കുന്ന ഊർജം തൊട്ടടുത്ത് താമസിക്കുന്ന നിങ്ങളിലേക്ക് വരുമ്പോൾ അത് സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ താങ്ങാനുള്ള ശേഷി നിങ്ങളുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്കോ നിങ്ങളുടെ ശരീരത്തിലുള്ള ഊർജ രേണുക്കൾക്കോ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇതിനടുത്താണ് താമസിക്കുന്നത്, രാത്രിയോട് ഒരിക്കലും കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. അത് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇന്ന രീതി തോന്നുന്നു, ഞങ്ങൾക്ക് വേറെ രീതി തോന്നുന്നു, ഞങ്ങളുടെ കഴുത്തിന് ആരോ ഒന്ന് ഞെരിക്കുന്നതായിട്ട് തോന്നുന്നു, ഞങ്ങളെ ആരോ ഇങ്ങനെ അടക്കം പിടിച്ച് നിൽക്കുന്നു പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ എന്നെ വിളിച്ചിട്ട്. ആക്ച്വലി അതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. ഇപ്പം കൊടിമരത്തിനോട് ചേർന്നൊരു വീട് നിന്ന് കഴിഞ്ഞാൽ അതേ വീടിൻ്റെ അതേ അളവുകോലിലാണ് നിങ്ങളുടെ വീടിൻ്റെ മേൽക്കൂരയെങ്കിലും കറക്റ്റായിട്ട് ആകർഷണം വരാറുണ്ട്, എനർജി അങ്ങനെ വരാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആവാം ഇങ്ങനെ അവർ പല രൂപത്തിൽ പറയുന്നത്. അപ്പോൾ
എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധനാലയങ്ങളിൽ നിന്ന് അകലം ഏറ്റവും മിനിമം 500 മീറ്ററെങ്കിലും മാറി തന്നെ താമസിക്കേണ്ടതാണ്. അത് എല്ലാ ആളുകളും അത് പരിഗണിക്കേണ്ടതാണ്. അത് അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഗുണമേ ഉണ്ടാകുള്ളൂ. എന്ന് വെച്ച് നിങ്ങൾ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇനിയിപ്പം അത് മറന്നു പോകരുത്. അതൊരു സിസ്റ്റമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനകം തന്നെ ആരാധനാലയത്തിനോട് 500 മീറ്റർ അകത്ത് നിങ്ങൾ താമസിക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ ഞാൻ പറയില്ല. നിങ്ങൾ ഈ ആരാധനാലയം ഏതോ ആയിക്കോട്ടെ, അത് ക്ഷേത്രമോ നമ്മുടെ പള്ളിയോ ചർച്ചോ ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ പരമാവധി നിങ്ങൾ എല്ലാ ദിവസവും കഴിയുമെങ്കിൽ അവിടെ പോകാൻ ശ്രമിക്കുക. അതേത് ആരാധനയായാലും. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് പിന്നെ ദോഷങ്ങളൊക്കെ മാറിയതായിട്ട് ഒക്കെ വളരെ അനുഭവങ്ങളുണ്ട്. ഇനിയും വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. തികച്ചും അസ്വാഭാവികമായ ഇന്നും നിഗൂഢമാണ് ഈ പ്രകൃതി. ഇന്ന് നിഗൂഢമാണ് ഈ നാട്ടിലെ നമ്മൾ കണ്ടുവരുന്ന ഒട്ടേറെ ആരാധനക്രമങ്ങൾ, ഒട്ടേറെ വിശ്വാസ പ്രമാണങ്ങൾ. ആ വിശ്വാസ പ്രമാണങ്ങളെല്ലാം അതിൻ്റേതായ തനിമയോടെ അതിൻ്റേതായ പുണ്യത്തോടെ നിലനിർത്തി പോകേണ്ടത് നമുക്ക് ആവശ്യമാണ്. വിവിധ സംസ്കാരങ്ങൾ നമുക്കുണ്ട്, വിവിധ മതങ്ങളുണ്ട്, വിവിധ ആരാധന കേന്ദ്രങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും കാത്തുസൂക്ഷിക്കേണ്ടത് ഇതിലൊക്കെ ഉള്ള മാനവികതയാണ്. ഞാനീ പറയുന്നത് അതാണ്. ഇതിലൊക്കെയുള്ള മാനവികത. ഏത് ആരാധനാലയങ്ങളായാലും നമുക്ക് നാരായണ ഗുരു കൊണ്ട് പറഞ്ഞില്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആ കോൺസെപ്റ്റും കൂടിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എവിടെ താമസിച്ചാലും മനുഷ്യൻ്റെ നന്മയാണ് വലുത്, മനുഷ്യൻ്റെ ഐശ്വര്യമാണ് വലുത്, മനുഷ്യൻ്റെ ഉയർച്ചയാണ് വലുത്. ഒരുപാട് പേര് ഉദാഹരണം പറഞ്ഞ സമയം ഒരുപാട് വൈകും, അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞേക്കാം. ഒരിടത്ത് പിന്നെ കേരളത്തിലെ മധ്യ കേരളത്തിലാണ് ഒരിടത്ത് ഞാൻ പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ അവർ വാടക വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് വന്നു. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അങ്ങോട്ട് നോക്കുന്നതിന് മുൻപ് ഞാൻ കുറേ കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അതല്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നത് ഈ വാസ്തു നോക്കാൻ വേണ്ടിയല്ലേ? ഞാൻ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വിട്ട് ഓടി വരികയായിരുന്നു. ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ കാലം മുതലേ ഉള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നവർ ഓരോ മുതിർന്ന ആളുകളും അവർ ചില മോശം പരിസ്ഥിതിയാണ് മരിച്ചു പോവുക. ഞങ്ങൾക്കൊരു 6-7 തലമുറയായപ്പോൾ ഞങ്ങൾക്ക് പേടിയായി തോന്നി. ഇപ്പോൾ ഇത് 7ാം തലമുറയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പേടി തോന്നിയിട്ട് ഞങ്ങൾ അവിടുന്ന് പോരുമായിരുന്നു. ഞങ്ങൾ അവിടുന്ന് മാറി വാടക വീട്ടിൽ താമസിക്കുകയാണ്. വലിയ നഷ്ടങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ ആ സ്ഥലം എവിടെയാണ്, എന്നെ ഒന്ന് കൊണ്ട് കാണിക്കാമോ എന്ന് പറഞ്ഞു. അവരുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്കും കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ അവരുടെ കൂടെ അവർ നേരെ താമസിച്ചിരുന്ന ആ വാസ്തു നോക്കാൻ പോയ വീട്ടിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയാണ് ഈ ഇതുള്ളത്. ഞാൻ പോയി നോക്കി. അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു ആരാധനാലയമുണ്ട്. ശരിയാണ്, ഈ ആരാധനാലയത്തിൽ നിന്ന് ഒരു 200 മീറ്റർ പോലും ദൂരമില്ല ഈ വീടിന്. ആ ആരാധനാലയത്തിൻ്റെ ഊർജ്ജകോണും ഈ വീട് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കും? ആ എനർജി അവർക്ക് താങ്ങാൻ കരുത്തില്ലാതായിപ്പോയി. അപ്പോൾ അവരുടെ പേഴ്സണലി ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർക്കതെല്ലാം ബോധ്യപ്പെട്ടു. അത് നിങ്ങൾ കൂടി മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇത് എല്ലാ ചെറുതും എത്ര ചെറുതായാലും എത്ര വലുതായാലും ഈ പറഞ്ഞ കാര്യം ബാധകമാണ്. അതൊരു കൊച്ചു ക്ഷേത്രമല്ലേ, അതൊരു കൊച്ചു സ്ഥലമല്ലേ, അതൊരു കൊച്ചു ആരാധനാലയമല്ലേ, ഒന്നും കരുതേണ്ട കാര്യമില്ല. അതിനെ ബഹുമാനിക്കണം നിങ്ങൾ. അതുപോലെ നിങ്ങൾക്കും ഗുണങ്ങൾ ഉണ്ടാകും. ദോഷങ്ങളിലേക്ക് ആരും പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു വെള്ളി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.